കട്ടതും പൊട്ടിച്ചും ഒക്കെ തെളിയിക്കപ്പെടാതിരിക്കാൻ പറ്റുമോ ഈ രാജ്യത്ത്? രാഷ്ട്രീയക്കാരൻ കക്കാൻ കൂട്ടു നിൽക്കുന്നു വിചാരിച്ച് ചിലപ്പോൾ കണ്ണടച്ചെന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പ് വരുന്ന കടലാസിനെ കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോ കേരള ഹൈക്കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ അന്വേഷണ ഉത്തരവുണ്ടായി. ഷോൺ കേസ് കൊടുത്തെങ്കിലും ആ കേസിൽ ഓരോ അവസരത്തിലും ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കുന്ന DYFI ഓർഡർ ഇടാൻ പറഞ്ഞു കേന്ദ്രം. ഇരുന്നില്ലെങ്കിൽ അടുത്ത അവധിക്ക് കോടതി പരിഗണിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അത് നാണക്കേടാവുകൊണ്ട് അന്നേരം ഓർഡർ ഇട്ട് കേന്ദ്രം. അങ്ങനെയാണ് ആ അന്വേഷണം വന്നത്. ഇപ്പൊ ഇന്ന് അവധി വരിക കേരള ഹൈക്കോടതിയിൽ. ഇപ്പൊ കേരള ഹൈക്കോടതിയിൽ നിന്ന് നിയമം മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ കർണാടകത്തിലേക്ക് പോയിരിക്കും. അവിടെ ആയിട്ട് കള്ളത്തരം കാണിക്കും. ഇവിടെ കേരളത്തിലെ കേസ് നിന്ന് കർണാടകത്തിൽ പോകുന്നത്. പിണറായി വിജയൻ കൈ പൊക്കി പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ്, മടി കനമുള്ളവൻ സൂക്ഷിക്കണം, എനിക്ക് മടി കനമില്ലാത്തവൻ സൂക്ഷിക്കേണ്ടെന്ന് പറയും. പിന്നെ എന്താ ഈ കോടതി കൂടെ ഓടുന്നത്? കർണാടക കോടതിയിൽ ഓടിട്ട കാര്യം കൈ ശുദ്ധമാണ് ഓടുന്നത് എന്തിനാ? ഇത് ആരാന്ന് പിണറായി വിജയൻ മാത്രമല്ല, അതിന്റെ ഭാര്യ മാത്രമല്ല, കുറെ ഏറെ പേര് വരാൻ പോവുക. ഇതൊക്കെ നീതി ദൈവത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെടും. ലോകത്തൊരു ഒരു LP സ്കൂൾ വാദ്യാരുടെ വീട് ഈ പെൻഷൻ കാശ് കൊണ്ടാ ഇത്രയും വലിയ സംഭവം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത്? ഇതിന് മണ്ടയത്തരം പറയാതിരിക്കണം, മനുഷ്യ കളിയാക്കാതിരിക്കണ്ടേ. അത് ഈ റബ്ബർ കർഷകന് 10 രൂപ കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഈ നാണം കെട്ട പരിപാടിയല്ല ഇവന്മാർക്ക് അറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യാൻ? ഈ സഹാക്കന്മാർ ഇങ്ങനെ ആണെന്ന് എന്താ സങ്കടമുണ്ട്. വീണയുടെ അപ്പനും ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിന് നഷ്ടം 40,000 കോടി രൂപ. അറിയാമോ? 1-2 രൂപയല്ല. വീണ മേടിച്ച് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ 1,72,00,000. എന്തിനവർ മേടിച്ചു? ഈ CMRൽ നിന്ന് എന്തിനവർ കാശ് മേടിച്ചു പറയണ്ടേ? എന്തുപകാരം ചെയ്തു? അതാണ് നിയമവിരുദ്ധമായി കരിമണൽ കടത്താൻ അനുവാദം കൊടുത്തു. അതാണ് പിണറായി വിജയൻ ചെയ്ത് തെറ്റ്. റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഇത് ഒരുത്തരം കഴിവല്ല. കേന്ദ്ര ഗവൺമെന്റിനെ പറയണ്ട, കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതാ. അല്ല കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടെന്ന് ഞാനൊക്കെ BJP ചേർന്നുണ്ട്, അതുകൊണ്ട് അല്ല. അത് എത്രയോ മാസം മുമ്പ് ഹൈക്കോടതി വിധിയാണ്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിനകത്തൊന്നും കള്ളത്തിലൊന്നും നടക്കില്ല. അതാണ് സത്യം. അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി അന്ന് രാത്രി വീട്ടിൽ പോയി പിറ്റേ ദിവസം അടിയന്തര പറയാൻ വന്ന മറുപടി പറയാൻ പോലും വന്നില്ല. അതിനാ 2 ദിവസം വീട്ടിൽ കൂട്ടക്കാർച്ചയായിരുന്നു ഞാൻ കേട്ടത്. മനസ്സിലായില്ലേ? ജയിലിൽ പോകട്ടെ, ഒരു മാർഗമില്ല. നമ്മൾ ആരും നോക്കിയാൽ രക്ഷിക്കാൻ കഴിയുമെന്ന് എഴുതിയില്ല. ഇപ്പൊ കണ്ട ബഡ്ജറ്റ്, ഇത് കൂട്ട് ബഡ്ജറ്റ് കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ലാന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ 250 രൂപ റബ്ബറിന് തരുമെന്ന് പറഞ്ഞു. ഇപ്പൊ 10 രൂപ റബ്ബറിന് കൊടുത്തത് 180. ബാക്കി 50-70,000 രൂപ തരുമോ? എനിക്ക് മനസ്സിലായി. അത് കൂട്ട് ഇടപാടൊക്കെയാ. നന്നായി തരാം മേളായി, നന്നായി തരാം.